Online bidding or offline bidding? നമ്മളെ ഫ്രണ്ട് ചന്ദ്രൻ ഉണ്ട്. അതെ ചെറുത് കിട്ടൂല മടാൾ തന്നെ അപ്പൊ ടീം ഫിഷ് മോക്കാണ് താനമൂളി. ഇവിടെ സ്പെഷ്യൽ ഐറ്റം ആണിത്. പിന്നെ താറാമുട്ടയാണ്. ഇതും പിന്നെ അതിൽ നമ്മളെ അടിപൊളി പിന്നെ കുരുമുളകിന്റെ മസാലയും അടിച്ച് ചെയ്യാൻ സൂപ്പറാണ്. കാരണം ഇവിടെ സ്പെഷ്യൽ സാധനമാണ്. കാരണം ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്നിട്ട് ഏകദേശം എത്ര കഴിച്ച പോലത്തില് 2 കഴിച്ചിട്ടുണ്ട്. പക്ഷെ വൺ ടൈം ഇട്ടൊരു കാര്യമില്ല. വിറകടുപ്പുമ്പോൾ വെറും റൈസ് ഐറ്റം മാത്രമേ ഉള്ളൂ. പൊറാട്ട ചപ്പാത്തി പരിപാടി ഒന്നുമില്ല. യുദ്ധം നടന്ന എന്താന്ന് പെട്ട് പൊറോട്ട അടക്കം കിട്ടാല്ല ഗ്യാസ് ഇല്ലാത്തോണ്ട്. എവിടെയില്ല യുദ്ധം അവിടെ അറിയില്ല. പറഞ്ഞ ജിന്റെ പുറത്ത് പോയിട്ട് കാര്യമില്ല. അവതരിപ്പിക്കാനും നമ്മളെ പിന്നെ ഇവിടുന്ന് ഫുള്ള് മസാല അൽഫാമൊക്കെ ഫുള്ള് മസാല എന്ത് ചെയ്യും ചന്ദ്രന്റെ ഒരു സെറ്റാക്കും. എന്നിട്ട് എന്ത് ചെയ്യും ചിക്കൻ ഫുള്ള് മസാല ഇട്ട് നേരെ എന്ത് ചെയ്യും പുഴയിൽ പോവും. പിന്നെ നമ്മൾ മീൻ പിടിക്കേണ്ട കാര്യം നോക്കും. മീൻ പിടിച്ചിട്ട് എന്ത് ചെയ്യും തിരിച്ചു വന്ന് മീനും മസാല ഇട്ട് നേരെ എന്ത് ചെയ്യും മുകളിൽ പാറിന്റെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും സെറ്റാക്കാം. മസാല ഇല്ലല്ല ഞാൻ പോവില്ല. ഞാൻ പോയോ ഒഴിവാക്കിയതാ അടുത്തതാ അങ്ങോട്ട് പോവാ കാണിച്ചേ മീനിലോടത്ത് മൂപ്പ നമ്മളെ കൊണ്ടുപോകാറേ ചാടും. ഓക്കെ കിട്ടിയില്ലേ മീനടാ ചെറിയ കുട്ടികളാണ്. ഞാൻ വാളും പിടിച്ചിട്ട് ദുരുമാക്കണ്ട. കിട്ടിയോ? ഒന്ന് പിടി പിടി കൊണ്ടേ കുഞ്ഞോ വരെ മീൻ പിടിച്ചാണേ. എന്തല്ലേ ഈ ഫിഷ് മങ്കി ചേർന്നതിന്റെ ഗുണമാണ്. അതിനെ പിടിക്കും ഞാൻ വേറെ കാണിച്ചത്. ഇത് മൊത്തത്തിന് പിടിക്കണം. അത് ഒന്നിനോ മൊത്തത്തിൽ കാരണം എന്താന്ന് പറയാ വെള്ളം കുറവായതുകൊണ്ട് ആന വന്നാലും വരും. വരുമോ? ആന വരും ഇത്ര എന്നാ വേണ്ട, റിസ്ക് എടുക്കണ്ട. മാടാമാളൊന്നും വേണ്ട. രാവിലെ ടീംസേ സെറ്റല്ലേ? ഇത് നമ്മളെ ഫേസ്ബുക്കിൽ വരും കേട്ടോ. ഇങ്ങോട്ടടിച്ചോ മൂന്നാളം പോയേ സാറായിക്കോട്ടെ. ഇത് മതിയല്ലോ ഓരോ പീസിനും ഇറക്കുക. ഇനി അത് ഇടത്തോട്ട് ഇവിടുന്ന്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മണ്ണാർക്കാടാണുള്ളത്. രാത്രി ഒരു ചിക്കൻ ചൂടലും മീൻ പിടുത്തം ഒക്കെ പാടായിട്ട് വന്നിട്ടുള്ളതാണ്. നിയാസ്, ജംഷി, കുഞ്ഞലവി, ഫിഷിംഗ് മങ്ക് ടീം ഫുള്ള് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ കുഞ്ഞലവി എന്താ പരിപാടി ഇപ്പൊ സ്റ്റാർട്ടിങ്? ചിക്കൻ ഫുള്ള് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി നമ്മൾ മസാല കയറ്റാൻ പോകണം. ഇവിടെ സ്ഥലതാ ഇതാണ് വൈബ് സ്ഥലമാണ്. അതെ അവിടെ
അതിപ്പോ അതൊക്കെ ഇടുവോ മിക്കവാറും? അത് പോകണ്ട വേണ്ട. ആ ഓക്കെ. അത് ചിക്കൻ കേക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളെ ചെക്കന്മാരവിടെ അഫ്സലും ടീം ഫിഷിംഗ് മോങ്ങിന്റെ ടീം അത് ഉണ്ട്. നമ്മളെ ഫ്രണ്ട് ചന്ദ്രൻ ഉണ്ട്. അതെ, അത് നമുക്ക് ഓലെ വഴിക്കോഴി പരിചയപ്പെടുത്താം. നമ്മളെ ടീംസ് അവിടെ കുറെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ നമ്മളെ ചിക്കന്റെ മസാല റെഡി ആക്കുന്നുണ്ട്. നമ്മളെ ഷെരീഫാണ് മസാല റെഡി ആക്കുന്നത്. ഷെരീഫ് അനസ് കുഞ്ഞോനാണ് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഷെരീഫും അനസും. അതെ, കുഞ്ഞോൻ കൂട്ടുണ്ട് ഇതില്. അതല്ലേ മസാല തെറ്റല്ലേ? ഇതാ മസാലെല്ലാം പിടിച്ചിട്ടുണ്ട്. അടുത്ത കോഴി വരെയാണ്. അനസ് വരെ ഞാൻ വരെയോ? ഇതാരെ പോണ? ഇത് നമ്മളെ മണ്ണാർക്കാടുള്ള നമ്മളെ ഫ്രണ്ടാണ്. പേര് വിജയകുമാറാണ്. നമ്മളിപ്പോ ഇതില് ഫുഡിനൊക്കെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൂടെ ഉള്ളത്. നമ്മൾ അനസാണ് ഇതാ ചിക്കൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അതെ രാത്രി സമയം 10:30 ആയിട്ടോ. 10:30 ടൈം ആയിട്ടുള്ളത്. മണ്ണാർക്കാട് നമ്മൾ കാടിന്റെ ഉള്ളിലുള്ളത്. അതെ. ചിക്കൻ പീസ് കയറ്റില്ലേ? അതെ അതെ. അപ്പൊ ടീം നമ്മൾ ഗ്രീൻ പീസ് മസാലയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും റെഡ് ആയിരുന്നു. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. നമ്മൾ ചന്ദ്രന്റെ ഒക്കെ മേൽനോട്ടത്തിൽ നമ്മളൊരു ഗ്രീൻ പീസ് മസാലയാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഷെരീഫാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഈ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്. അതായത് ഇത് ഇളക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടിക്ക കോഴിയുടെ നോക്കട്ടെ എവിടെയാണ് ഒരു കൈ ഇളക്കിയാൽ മതി. നിയാസ് എന്തേ കാട്ടിയ? ആ പറടാ. വലയിച്ചുണ്ടോ? എന്നാ വരെ അഫ്സല് മീൻപിടുത്തില്ലാട്ടോ. ഇല്ലാന്ന് വേണ്ടത് മതി. ഇതാണ് അതിന്റെ വൈബ്. അഫ്സലിന്റെ ആയുധം കാണിച്ചാ അതെ തരോ. അഫ്സൽ കുന്തം കൊണ്ടാണ് മീൻ പിടിച്ചത് കേട്ടോ. അതാണ് അവന്റെ ടൂള്. വില നോക്കുകയാണെങ്കിൽ പറഞ്ഞാ മതി. നമുക്ക് കിട്ടിയില്ലടാ. കിട്ടിയോ? ഞങ്ങള് ശകര എന്നാ പറയട്ടോ. ഇവിടെ മടാളാടെ ബെസ്റ്റ് കഴിക്കാനോ. അതിന്റെ ഇറച്ചി നല്ല ടേസ്റ്റാണ്. ഇതാ നിങ്ങൾ സക്ക പിടിച്ചോ. നല്ല ഇത് വെള്ളം കലകില്ല, ഒന്നും കലകില്ല. താഴോട്ട് പോവാ. താഴെ നിന്ന് വരുമ്പോഴേ ഞങ്ങൾ ഈ ഇതോ അതല്ലേ പോയിടാ. നമ്മള് കൊറേ ആളുണ്ട്. അപ്പൊ വെള്ളമുണ്ട്. ചന്ദ്രേട്ടന്റെ നേതൃത്വത്തിൽ നല്ല മീൻ പിടുത്താണ്. വലയിട്ടൊക്കെ പിടിക്കുന്നത് കേട്ടോ. സെറ്റ് പിടുത്താണ്. സൈജും കുഞ്ഞനും സത്യം വൈബായിട്ടുണ്ട് കേട്ടോ. ആര്? ആ കവർ എടുക്കടാ. നമ്മളിപ്പോഴേ ഭവാനി പുഴയിലാണ് നിൽക്കുന്നത്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ച് 2 നദിയായിട്ട് തിരിയാണ്. ഒന്ന് നമ്മുടെ പടിഞ്ഞാറോട്ട് ഒഴുകി അത് കുന്തിപ്പുഴയും, കേരളത്തിൽ തന്നെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് നമ്മുടെ ഭവാനി. ഭവാനി പുഴയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫിഷിംഗ് ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള വലിയ മീനുകളൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു രസകരമായ രീതിയിലാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. കുന്തം കൊണ്ടും വീശുവല അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങൾ കൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ ഒരു ശ്രമം നടത്തണം രസകരമായിട്ട്.
അവിടെ തലക്ക് അഫ്സലിന് നല്ലൊരു മീൻ കിട്ടിയെന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അവിടെ പോയി വെക്കാം. ഓക്കെ, എവിടെ കേട്ടി വാട അയ്യോ കുന്തത്തുമ്പോ കയറ്റിക്കണേ. ഓ പോയി ചെറുത് കിട്ടൂല മടാളന്നെ പോവോ കവറോ അതാ കവറ് മടാളുണ്ട് ഇങ്ങനത്തെ. ഇത് നല്ല നാടൻ പോയല്ലേ. അതിനല്ല, ഞാനീ പറമ്പിന്റെ അവിടെയാണ് എന്റെ പശുക്കട്ടി വെക്കണത്. എനിക്ക് ആന വന്നു കഴിഞ്ഞാൽ ആൾ വിളിക്കും. അവിടെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ മറ്റാൾ വിളിക്കും. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കി വെച്ചിട്ടില്ല. അതിലെല്ലാം നമ്മൾ പെടുവോ? ഉണ്ട്, ഇതിലൊക്കെ പെടും. ഫിഷിംഗ് മങ്കിന്റെ അമരക്കാരന് മീൻ നന്നാക്കുകയാണ്. ഒക്കെ തരുന്നുണ്ട്. നല്ല മസാജ് അറിയാം. காத்தாடி போராடுது பொழுதாகி போச்சு கேத்தியாச்சு பொன்மான മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മനസ്സിൽ. വിളിച്ചു പറയാം. അയ്യോ അങ്ങോട്ട് പോണോ? അതിനൊന്നും വേണ്ട, ഇവിടെ നോക്ക്. സിയനെ കൊണ്ട് റംഗാട്ട വിളിച്ചു പറയും. ഇപ്പൊ സർക്കിളിന്റെ സ്വന്തം ആളാണ്. പോലീസുകാരനും വരില്ല, ഫോറസ്റ്റുകാരനും വരില്ല. ഒക്കെ സ്വന്തം പോലെ ഇപ്പൊ വന്നിട്ട് പോയില്ലേ, സിഐന്റെ സ്വന്തം ആളാണ്. എന്ത് ഇതിന്റെ പവർ പറയുന്നുണ്ട് ഇവിടെ. There's practical business skills that directly impact you. നമുക്ക് ഇതാക്കണ്ടേ, കണലാക്കണ്ടേ നമ്മള്. പിന്നെ അങ്ങനെ കട്ട് പോണം.
അപ്പൊ നമ്മളെ പരിപാടി പറഞ്ഞാല് തീ റെഡിയാക്കാം. മീന് അതുപോലെ തന്നെ പിന്നെ ചിക്കനൊക്കെ എല്ലാം മസാല കൂട്ടി ശരീരത്തിലുള്ള അടിപൊളി മസാല ഒക്കെ ഗ്രീൻ പീസ് മസാല ഒക്കെ തേച്ച സാധനം നമ്മൾ അടിപൊളിയായിട്ട് ഇനി പിന്നെ ഗ്രില്ല് ചെയ്യാൻ പോകും. അപ്പൊ അതിന് വേണ്ട തീ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചന്ദ്രന് കാട്ടിൽ ശേഖരിച്ച വിറക് അപ്പൊ തയ്യാറാക്കണതാണ്. കനല് വാങ്ങിച്ചൊന്നല്ല. രംഗണ്ണ നമ്മുടെ ലീഡറാണ്, ഇവിടുത്തെ സുഹൃത്താണ്. രംഗണ്ണ പേര് രംഗണ്ണനാണ് നമ്മളിപ്പോ ഇവിടെ ഇവിടുത്തെ സുഹൃത്താണ്. മണ്ണാർക്കാടുള്ള സുഹൃത്താണ്. ഞങ്ങള് മീൻ പിടിച്ചാൽ ചിക്കൻ പിന്നെ മസാല തേച്ച ഭാഗത്ത് ഏകദേശം 3-4 കിലോമീറ്റർ ഒഴിഞ്ഞു പോന്നിട്ട് ഒരു പാറയുടെ മുകളിലാണ് ഞങ്ങള് ഗ്രില്ല് ചെയ്യുന്ന പോകുന്നത്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ തീയിട്ടോണ്ടുള്ള ഒരു ചൂടാണ്. പിന്നെ നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റ്, നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പൊ ഞങ്ങൾ വറക് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്ത് ഞങ്ങൾക്ക് കനലാവും. നമ്മളെ ഗ്രില്ലിംഗ് ആരംഭിക്കും. അഫ്സലാണ് നമ്മൾ ഗ്രില്ലിങ്ങിന്റെ ജംഷിയുണ്ട്, കുഞ്ഞുണ്ട്, ഷൈജുണ്ട്, ഷെരീഫുണ്ട്, നമ്മളെ ഈ ഫിഷ് മോങ്ങിന്റെ നമ്മളെ പ്രധാനപ്പെട്ട ഫ്രം എഡിറ്റർ. അപ്പൊ അടുത്ത ഇതിൽ കാണാം. ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ചിക്കന് വെന്തുകൊണ്ടിരിക്കുകയാണ്. സാധനം ഗ്രില്ലുമേയുള്ള ഷെരീഫ് അതികഠിനമായ പ്രവർത്തനത്തിലാണ്. നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്ത കല്ലോട് സെറ്റ് ചെയ്ത അടുപ്പാണ്. പെരിഞ്ചൂടാണ്. എങ്ങനെ തട്ടിയിടുക? കമ്പി എന്തെങ്കിലും ഉണ്ടോ? കമ്പി എന്തെങ്കിലും മറിച്ചിടാം. എന്താ മാങ്ങ? മാങ്ങ അത് കടിക്കാം. ഇതിന് പൊട്ട് പേരും ടേസ്റ്റാണ്. കത്തിയോ? അപ്പൊ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെരീഫിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ടുള്ള ചിക്കൻ ചുള്ളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ചിക്കൻ ചുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ചന്ദ്രൻ വെറും കൈ കൊണ്ടാണ്, നമ്മളെ സുഹൃത്താണ് ചന്ദ്രന്. ഇതാ വെറും കൈ കൊണ്ടാണ് തീ വിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ടീമെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നല്ല നമ്മളെ കാട്ടിൽ നിന്നുള്ള നല്ല അടിപൊളി കനൽ മരങ്ങൾ ശേഖരിച്ച് അത് കട്ട് ചെയ്ത് 2 കല്ല് അപ്പുറപ്പുറമൊക്കെ വെച്ച് സെറ്റായിട്ട് നിമിഷ നേരം കൊണ്ടാണ് നമ്മളെ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുള്ള പീസുകൾ ചന്ദ്രന്റെ കൈ കൊണ്ട് വളരെ പെട്ടെന്ന് മറിച്ചിടണേ. നല്ല പാട്ടുണ്ട്. നല്ല വേടന്റെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിടക്ക് ചളർന്നു പറഞ്ഞ സൂപ്പർ മാങ്ങ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ആപ്പിൾ മാങ്ങ ഉണ്ട്. ഈ മീൻ ചൂടാൻ കിട്ടോ. കാരണം മീനും ഞങ്ങള് ചിക്കനും കൂടി ഒരുമിച്ച് വെക്കാത്തെന്ന് വെച്ചാല് അതിന്റെ വേവ് വ്യത്യാസം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രില്ല് കുറച്ച് വലിയ ഗ്രില്ലാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പാകപ്പെടുത്തി എടുക്കാനുള്ള ചെറിയൊരു പ്രയാസം കൊണ്ട് ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ്. ആദ്യം നമ്മൾ ചിക്കനെ ഗ്രില്ല് ചെയ്യണത്, രണ്ടാമത് ഞങ്ങൾ മീന് ഗ്രില്ല് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം കുറച്ച് കനൽ അടിയിൽ നിന്ന് മാറ്റിയിട്ട് ചൂട് ഓവർ ആയതുകൊണ്ട് ഷെരീഫ് അതിന്റെ പ്രത്യേക ഒരു നിർദ്ദേശപ്രകാരം കുറച്ച് കനല് വറകൊള്ളി അതിന്റെ അടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പീസ് ഉണ്ടോ? നമ്മൾ ഇത് ഡയലോഗ് പറഞ്ഞിടക്ക് സാധനങ്ങൾ മിസ്സാവുണ്ട് കേട്ടോ. മാങ്ങ ഒന്നും പറയാ. ഷെരീഫ് കുക്കാണ്. ഇതിന്റെ മസാല പ്രിപ്പയർ ചെയ്തതും ഇത് തീയിലിട്ട് സെറ്റാക്കുന്നതൊക്കെ ഷെരീഫാണ്. നമ്മളെ തൊട്ട് പിന്നെ നമ്മളെ ചന്ദ്രേട്ടനുണ്ട്. അതെ 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 ഡോറുകൾ, ഗ്ലാസുകൾ. അതെ, കുഞ്ഞിലേക്ക് മാങ്ങ എത്തിക്കൊണ്ടിരിക്കുന്നത്. ടീമെ നമ്മളെ സാധനം സെറ്റ് ആയിക്കോ. ഇനി നമുക്ക് കഴിച്ചാ മതി, തിന്നാ മതി. കഴിച്ചല്ല മീനെടുത്തു. അതിലേ
കൂടി എന്താ കഴിക്കുന്നത് അതിന്റെ ഇല കൊണ്ടാറില്ല തേക്കിന്റെ ഇല നമ്മൾ മീൻ ചുടാനുള്ള പരിപാടിയാണ്, കോർത്തിട്ടുള്ള ചുടാനുള്ള പരിപാടിയാണ്. അതാ പറയണത്. അപ്പം നമ്മളെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെ ഫുഡ് പ്രിപ്പറേഷനിൽ മണ്ണാർക്കാട് വെച്ചിട്ട് നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് വൈൻഡപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രിൽഡ് ചിക്കനും ബ്രെഡൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വന്തം കേട്ടോ. സ്വാഗതം, നന്ദി പറഞ്ഞ അവസാനിച്ചു. അപ്പോൾ ടീമേ സെറ്റാണ്. നമ്മളെ പിന്നെ ചിക്കൻ ഗ്രില്ല് കഴിഞ്ഞു, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മളെ മീനും കൂടി വരാണ്ട്. ഏതായാലും നല്ല ടേസ്റ്റി ഫുഡായി, ഉഷാറായി. സമയം എത്രയാണ് ഇപ്പോൾ? 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര ക്ഷീണോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊന്നും ആർക്കുമില്ല. എല്ലാവരും നല്ല പിന്നെ എനർജറ്റിക്കായി നിൽക്കണം, ഫോമിനാണ് എല്ലാവരും. ചന്ദ്രനുണ്ട്, നമ്മളെ രംഗണ്ണുണ്ട്. എന്താണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡീജെ നൈറ്റ്. ഞങ്ങൾ ഈ ഒരു പിന്നെ മീനും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡീജെ നൈറ്റ് ഉണ്ട്. നമ്മൾ ഡീജെ കുഞ്ഞലവി നേതൃത്വം നൽകും. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത് നമ്മളെ ഗ്രില്ല് മൊത്തം മീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞലവി കാണിച്ചതാ അതിന്റെ വട്ടം വരും. നല്ല ലൈറ്റ് കിട്ടും. ഇതിലില്ല കേട്ടോ. അല്ല ചന്ദ്ര മോദി Andale, corre. Andale.
കണ്ണാർക്കാട് കളിച്ചിട്ടുണ്ട്. പഞ്ച് മുട്ടായി ശീല കട്ടി പട്ട് മണ്ണ പോട്ട് അടി പഞ്ച് മുട്ടായി ശീല കട്ടി പട്ട് മാറിയ ഓക്കെ, നമ്മൾ പരിപാടി ക്ലോസ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ക്ലീനിങ് കഴിഞ്ഞു. ഓക്കെ, വൈൻഡപ്പായി.